ഇന്നൊരു കഥ പറഞ്ഞാലോ? കഥയുടെ പേര് രാജകുമാരൻ അദ്വൈതിയുടെ യാത്ര. കാലങ്ങൾക്ക് മുമ്പ് പുഷ്പവനം എന്ന സുന്ദരമായ ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവിടെ ജനിച്ചത് അദ്വൈത് എന്ന നല്ല മനസ്സുള്ള രാജകുമാരനാണ്. രാജകുമാരൻ ആയിരുന്നെങ്കിലും അവന് രാജഭവനത്തിന്റെ ഭംഗിയിലും ആഡംബരത്തിലും അത്ര ഇഷ്ടമില്ല. അയാൾക്ക് ഇഷ്ടമായിരുന്നത് പ്രകൃതിയെയും ജീവജാലങ്ങളെയും കാണുക, ഗ്രാമത്തിലെ കുട്ടികളോടൊപ്പം കളിക്കുക, പഴയ പുസ്തകങ്ങൾ വായിക്കുക എന്നതൊക്കെയായിരുന്നു. എനിക്ക് രാജാവ് ആകണം എന്ന ആഗ്രഹമില്ല, അദ്വൈത് പലപ്പോഴും രാജാവിനോടും അമ്മ രാജ്ഞിയോടും പറയും. അവർ ചിരിച്ചുപോക്കും. കാലം വരുമ്പോൾ നീ മനസ്സിലാക്കും മകനെ. ഒരു ദിവസം രാജകുമാരൻ ഒരു പഴയ പുസ്തകത്തിൽ വായിച്ചു, സത്യവാൻമാർക്കും നീതിമാന്മാർക്കും മാത്രം എത്താൻ കഴിയുന്ന ഒരു രഹസ്യപരമായ സ്ഥലം ഭൂമിയിലുണ്ട്. അതിന്റെ പേരാണ് ശാന്തിപുരി. അദ്വൈത് ആഗ്രഹിച്ചു, ആ സ്ഥലം കണ്ടെത്തണം. അതു കാണാതെ ഞാൻ ഒരിക്കലും സത്യമായ രാജാവാവില്ല. അവൻ യാത്ര തുടങ്ങിയപ്പോൾ ഒരു നക്ഷത്രം പോലെ ഒരു ആന ചേർന്നു. അതിന്റെ പേരാണ് രാമു. വഴിയിൽ പലതരത്തിലുള്ള മനുഷ്യരെ കണ്ടു. താക്കോൽ നഷ്ടപ്പെട്ട ഒരു തലയില്ലാ ചേട്ടൻ. എല്ലാ ദിവസവും മഴയായി കരയുന്ന ഒരു മേഘം. ഒരു വാക്കും സംസാരിക്കാത്ത പക്ഷികൾ. അദ്വൈത് അവരിൽ ഓരോരുത്തരെയും സഹായിച്ചു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, സ്നേഹത്തോടെ സംസാരിച്ചു. ഒടുവിൽ അവൻ എത്തി ശാന്തിപുരിയിലെ അതിരുകളിൽ. പക്ഷേ കാവൽക്കാരൻ പറഞ്ഞു, നിനക്ക് ഇവിടെ പ്രവേശിക്കാം. കാരണം നീ അതിന് യോഗ്യനാണ്. പക്ഷേ അറിഞ്ഞുകൊൾ, ശാന്തിപുരി കണ്ടെത്തുന്നവൻ താൻ തിരിച്ചു പോകരുതെന്ന് തീരുമാനിക്കേണ്ടിവരും. അദ്വൈത് വിചാരിച്ചു. എന്റെ രാജ്യം കാത്തിരിക്കുന്നു. എന്റെ മാതാപിതാക്കൾ, എന്റെ ജനങ്ങൾ, അവരെ ഞാൻ ഉപേക്ഷിക്കാൻ കഴിയില്ല. അദ്ദേഹം തിരിച്ചുപോയി. പക്ഷേ ശാന്തിപുരി ഇപ്പോൾ അവന്റെ മനസ്സിലാണ്. അവൻ തിരിച്ചു വന്നപ്പോൾ രാജാവ് സിംഹാസനം അവനേക്ക് വിട്ടു. നിന്റെ കഠിനയാത്രയും മനസ്തുറന്ന ഹൃദയവുമാണ് നിന്നെ യഥാർത്ഥ രാജാവാക്കിയിരിക്കുന്നത്, രാജാവ് പറഞ്ഞു. അദ്വൈത് രാജാവായി. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക ഉത്തരവുകൾ പ്രഖ്യാപിച്ചു. ഓരോ കുട്ടിക്കും പ്രതിവാരവും പുസ്തകങ്ങൾ. ഓരോ ജനത്തിനും നിലവിളികളില്ലാതെ സംസാരിക്കാൻ അവസരങ്ങൾ. പ്രകൃതിയുമായി സഹജീവിതം. അദ്ദേഹത്തിന്റെ ഭരണം ചെറുപ്രായത്തിലുള്ളവരിൽ പോലും സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ലോകം സൃഷ്ടിച്ചു.